പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് LDFന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ അഡ്വക്കേറ്റ് ആർ ഗായത്രി തെരഞ്ഞെടുക്കപ്പെട്ടു. LDFന് 7 സീറ്റും UDFന് ഒരു സ്വതന്ത്രനടക്കം 7 സീറ്റുമായിരുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കും. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് ആർ ഗായത്രി അധികാരമേറ്റു. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ഇത്തരത്തിൽ നറുക്കെടുപ്പ് നടന്നത്. 14 പേരാണ് നിലവിൽ അംഗങ്ങളുള്ളത്. അതിൽ 7 പേർ LDFനും ഒരു സ്വതന്ത്രനടക്കം 7 പേർ UDFനുമാണ്. ഇതേ തുടർന്നാണ് ഇതൊരു നറുക്കെടുപ്പിലേക്ക് പോയത്. അഡ്വക്കേറ്റ് ഗായത്രിയാണ് വെങ്ങിണിക്കര വാർഡിൽ നിന്ന് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച അഡ്വക്കേറ്റ് ഗായത്രിയാണ് പ്രസിഡന്റായി LDFൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ്. അല്പസമയത്തിനകം തന്നെ ഇത് നടക്കും. ഇതോടെ മലപ്പുറം ജില്ലയിൽ 15 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. ഇതിൽ ഒരെണ്ണം ഇപ്പോൾ LDFന് ഈ നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നു. മറ്റ് 14 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF തന്നെയാണ് മലപ്പുറത്തുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സത്യപ്രതിജ്ഞയും മലപ്പുറത്ത് പൂർത്തിയായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് PS ബിജ ഉച്ചയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. മുസ്ലിം ലീഗിന് തന്നെയാണ് പ്രസിഡന്റ് പദവിയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പദവിയും നൽകിയിട്ടുള്ളത്. തിരുവാലി പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിൽ തർക്കമുണ്ടായ ഒരു പഞ്ചായത്ത്. UDFൽ ഒരു ധാരണയെത്താൻ സാധിക്കാത്തതിനാൽ കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നാലെ മുസ്ലിം ലീഗ് അംഗങ്ങൾ കൂടി വിട്ടുനിന്നു. ഇതോടെ കോറം തികയാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അവന്തിക.